വിനോദ് ഗത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം അവസാനമായി തുടങ്ങി, അടുത്ത മാസം ഓണാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരുവിധം ആളുകൾക്കും ശമ്പളം കിട്ടാനായി തുടങ്ങി, ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും നാട്ടിലേക്ക് പണം അയക്കാൻ കൂടുതൽ റേറ്റുള്ള സമയം, എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലുള്ള സമയത്ത് പണം അയക്കാൻ നോക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 13-14ഓളം മണി എക്സ്ചേഞ്ച് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ ആളുകളും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. STC പേ, അതേപോലെ തന്നെ ക്വിക്ക് പേ, ഫൗരി, അലിൻമ ബാങ്ക് പേ, പിന്നെ SNB ബാങ്ക് ത്രൂ വഴി അയക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ അക്കൗണ്ടിൽ നിന്നും പൈസ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അത്രയും സെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എൻ്റെ ഒരു അനുഭവത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു പരിമിതിക്കുള്ളിൽ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ, അതായത് യൂട്യൂബ് ആയാലും ടിക്ടോക്ക് ആയാലും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രവാസികൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും അറിയുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ വീഡിയോൻ്റെ താഴെ എഴുതുക. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റുകളായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, എക്സ്ചേഞ്ച് നമ്മൾ പൈസ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിനൊരു 18 റിയാൽ 17 റിയാൽ ഇവർ ഫീസ് മേടിക്കുന്നുണ്ട്. അതായത് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയത്തുള്ള ഫീസ് മേടിക്കുന്നുണ്ട്. ചില ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ക്വിക്ക് പേ ആയാലും ശരി, അല്ലെങ്കിൽ ഫ്രണ്ടി പേ ആയാലും ശരി, ഫ്രണ്ടി പേ ഒക്കെ തുടക്കത്തിൽ 2500 അങ്ങോട്ട് റിയാൽ നമുക്ക് ഒരു മാസം അയക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് 7500 റിയാലൊക്കെ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകൾ ഇപ്പോഴും എന്താ പറയുക, നമ്മുടെ ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ, അതായത് മണി ട്രാൻസ്ഫറിങ് ബ്രാഞ്ചുകളിൽ പോയിട്ട് ക്യൂ നിന്നിട്ട്, മണിക്കൂറോളം ക്യൂ നിന്നിട്ട്, ഇപ്പോൾ ഫൗരി ആയാലും ശരി, SNB ആയാലും ശരി, ക്വിക്ക് പേ ആയാലും ശരി, ഒത്തിരി ആളുകൾ ഇപ്പോഴും ക്യൂ നിന്നിട്ട് പണം നാട്ടിലേക്ക് അയക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വേറെ ഒരു ടെൻഷനും ഇല്ലാതെ, ഒത്തിരി നേരം കാത്തിരിക്കാതെ, നമുക്ക് മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നാട്ടിലേക്ക് നമുക്ക് പണം എത്തുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച്, ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിലാണെച്ചെങ്കിൽ അവൈലബിൾ. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെച്ചെങ്കിൽ അവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. ഇനി ഐഫോൺ ഉപയോഗിക്കുന്നവരാണെച്ചെങ്കിൽ അത് ആപ്പ് സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിനിയാല എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഒരു പ്രൊഫൈൽ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ട്, എനിക്കതിൻ്റെ മിറർ ഷെയറിങ് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല, കുറേ നോക്കി കണക്റ്റ് ആവുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റായി ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അത് ആ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് എഴുതി നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒത്തിരി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിനിയാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൽറാജിയുടെ തന്നെ ഒരു അണ്ടറിൽ വരുന്നൊരു ആപ്ലിക്കേഷനാണത്. അപ്പോൾ നമ്മുടെ ഈ 13-14 മണി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബിനിയാല എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അതുകൊണ്ട് ആ ഒരു വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടോട്ടെ. നമ്മളെല്ലാവരും പ്രവാസികളാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരാണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇതിലെന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ് ഈ ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ
മറ്റുള്ള എക്സ്ചേഞ്ച് മണി ട്രാൻസ്ഫർ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൂടുതലായിട്ടുള്ള എമൗണ്ട് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക്. അതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഫീസില്ല. ഇത് 0 പേയ്മെൻറ്റ് ഫീസാണ്. നമുക്ക് എത്ര പൈസ വേണമെങ്കിലും അയക്കാം. അതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ STC പേ അല്ലെങ്കിൽ ക്വിക്ക് പേ പിന്നെ ഫൗരി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ നിലവിലുള്ള ഇവിടുത്തെ അക്കൗണ്ടിൽ നിന്നും സൗദി അറേബ്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാദിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നിന്നും നമ്മൾ ഈ STC പേയ്ക്ക് ആയാലും ശരി നമ്മൾ മണി ആഡ് ചെയ്യണം. അതായത് പൈസ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ നാട്ടിലേക്കുള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ അതിൻ്റെ മറ്റുള്ള ഫില്ലപ്പുകളൊക്കെ ചെയ്ത് മറ്റുള്ള ഫില്ലപ്പ് കാരണം അതിൻ്റെ എത്രയും എമൗണ്ട് പർപ്പസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഈ ബിനിയാല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഇവിടെ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ ATM കാർഡിൻ്റെ മീതെ വരുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പൈസ അയക്കാം. അതും വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ നമ്മളെ നാട്ടിലത്തെ അക്കൗണ്ടിൽ ആ പൈസ റിസീവ് ആയി നമുക്ക് മെസ്സേജ് കിട്ടും. ഇവർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ നമ്മുടെ ഫെഡറൽ ബാങ്കിനായിട്ടാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്കാണെന്നുവെച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാഷ് നാട്ടിൽ റിസീവ് ആയി എന്നുള്ള മെസ്സേജ് കിട്ടും. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ എന്തായാലും കിട്ടിയെന്നതായിരിക്കും. ഇതിൽ ഫുൾ സെക്യൂറാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയും ഉറപ്പിച്ചിട്ട് ഞാൻ പറയുന്നത് ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. എന്തിനാ വെറുതെ നമ്മൾ ഇത്രയും ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. നമ്മൾ 17 റിയാലെന്ന് 20 അല്ലെങ്കിൽ 18 റിയാലെന്നൊക്കെ പറയുമ്പോൾ ആ പൈസയും കൂടി നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തില്ല അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൽ നമ്മളുടെ ഇക്കാമ നമ്പർ ചോദിക്കും. പിന്നെ നമ്മുടെ PO ബോക്സ് നമ്പർ ചോദിക്കുന്നുണ്ട്. പിന്നെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു 100%, അതായത് ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ അത് ഈ ആപ്ലിക്കേഷന് മീതെ എഴുതി കാണിക്കും 100% നമ്മൾ ആ പ്രൊഫൈൽ കറക്റ്റായിട്ട് ആഡ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ നാട്ടിലേക്ക് പൈസ അയക്കും. ഒരിക്കലും 100% ആവാതെ നമ്മൾ പൈസ അയക്കരുത്. അത് വലിയൊരു മൈനസാണത്. പിന്നെ ഇതിൽ നമ്മളെ പൈസ അയക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബ്രാഞ്ച് വഴിയാണോ നമ്മൾ അയക്കേണ്ടത് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇങ്ങനെയുള്ള നമ്മളെ ഈ ആപ്ലിക്കേഷനിൽ ത്രൂവിൽ ഡയറക്റ്റായിട്ട് നമ്മൾ അയക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബാങ്ക് വഴിയൊന്നും കൊടുക്കരുത്. അപ്പോൾ ഈ ബാങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിൽ പോയിട്ട് പിന്നെ ക്യൂ നിൽക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവർ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏത് മൂലക്കിലിരുന്നിട്ടും എവിടെ ഇരുന്നിട്ടും നമുക്ക് ഈസി ആയിട്ട് പണം അയക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ബിനിയാല എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് എഴുതുക. വീഡിയോയിൽ പോരായ്മകളുണ്ടാവും, നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം. പുതിയ വീഡിയോകളായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടർന്നുള്ള ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അതെങ്ങനെയാണ് ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തത് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ എൻജോയ് ദ വീക്കെൻഡ്. അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേരി.